അങ്ങനെ ഞങ്ങൾക്ക് 2 അവക്കാഡോ കിട്ടി. ഇതൊരെണ്ണേ ഉള്ളൂ കേട്ടോ. ഒരെണ്ണത്തിൻ്റെ വീഡിയോ പുറകെ വരും. ഇത് ഞാൻ ഇച്ചിരി കഷ്ടപ്പെട്ടിട്ടാട്ടോ കട്ട് ചെയ്തത്. ഇത് പഴുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കട്ട് ചെയ്തു. ആദ്യമായിട്ടാണ് ഈ സാധനം കഴിക്കാൻ പോണതും കയ്യിൽ കിട്ടുന്നതും. ഇതാ എന്ത് രസം. ആദ്യം ഇതിനകം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിൻ്റെ കുരു നടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ മാറ്റി വയ്ക്കാൻ വേണ്ടി ഇത് കട്ട് ചെയ്ത് പോകുന്നൊരു പേടി. അതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കുറച്ച് പണിപ്പെട്ടു. എന്നിരുന്നാലും കുരു എടുത്തു. പിന്നെ ഒരു ചില്ലുപാത്രം അങ്ങോട്ട് എടുത്തു. എനിക്ക് ഈ സാധനം പേടിയാണ് കേട്ടോ. എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടും. പിന്നെതാ ഇതിങ്ങനെ ഇളക്കിയെടുത്തു. വീഡിയോയിലൊക്കെ കണ്ടിട്ടേ ഉള്ളൂ. സ്വന്തമായിട്ട് ഇങ്ങനെ ഇളക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല കേട്ടോ. നല്ല പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് തന്നെ അത് ഇളകി വന്നു. പിന്നെ ഇളക്കാൻ അങ്ങ് തൊരയായി. അങ്ങ് തൊലി അറ്റം ചെല്ലുന്നവരെ അങ്ങ് ഇളക്കിയിരുന്നു. പിന്നെ ടപ്പേന്ന് സ്പൂണ് കൊണ്ട് ഇങ്ങനെ ഇളക്കി വിട്ടു കേട്ടോ. പിന്നെ അടുത്തതും എടുത്തു. അതും ഇങ്ങനെ ഇളക്കി വിട്ടു. അങ്ങനെ അവസാനം ഇതൊന്ന് യോജിപ്പിച്ചെടുത്തു ഫോർക്ക് കൊണ്ട്. അങ്ങനെ ഇങ്ങനെയൊക്കെ അച്ചും പിച്ചും ഒക്കെ അങ്ങോട്ട് ഇളക്കി കൊടുത്തു. എല്ലാം ഒന്ന് മിക്സായി. പിന്നെ താണ്ടേ എൻ്റെ കയ്യിൽ ഈ സാധനം ഇരിക്കില്ല എന്ന് പറഞ്ഞതിൻ്റെ കാര്യം ഇതാ. കയ്യിൽ നിന്ന് തെന്നി അങ്ങ് പോവും. പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് എടുത്തു. ഇളക്കുമ്പോൾ നല്ലപോലെ ഇളക്കണം. ദാ ഈ പച്ച കളറ് കിട്ടും കേട്ടോ. മഞ്ഞ കളറൊക്കെ പോയി. പിന്നെ എന്താണ്ട് ഞാൻ ഇച്ചിരി ഉപ്പിട്ടു. പിന്നെ കുനുകുനാ അരിഞ്ഞ സവാളയും പച്ചമുളകും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കുറച്ച് മതി കേട്ടോ. പിന്നെ അതും കൂടെ ചേർത്തങ്ങ് ഇളക്കി കൊടുത്തു നല്ലതുപോലെ. നല്ലതെന്ന് വെച്ചാൽ നല്ല ശക്തിയിൽ അങ്ങോട്ട് ഇളക്കി. ഇച്ചിരി പാടാട്ടോ ഇളക്കി വരാൻ. ആശാൻ അങ്ങോട്ട് കുഴയത്തില്ല. പിന്നെ ദാ ഇങ്ങനെ ഇളക്കി പിന്നങ്ങ് തൊര മൂത്തു. അങ്ങ് ഇളക്കി ഇരുന്നു. അയ്യോ, ഒരു കാര്യം മറന്നുപോയി. കുരുമുളക് ഇടാൻ മറന്നു. നേരത്തെ അങ്ങ് സെറ്റാക്കി വെച്ചതാ പൊടിച്ചൊക്കെ. പക്ഷെ എൻ്റെ ഒരു പ്രശ്നം ഇതാ, മറന്നു പോകും. ദാ പിന്നെ 2 ബ്രെഡ് എടുത്തു. അത് അരിവ് മൂലയൊക്കെ ചെത്തിക്കളഞ്ഞ് അങ്ങനെ ഈ ടോസ്റ്ററിൽ വെച്ചിട്ട് അങ്ങോട്ട് ചൂടാക്കി എടുത്തു. അടിപൊളി ആയിട്ടുണ്ട്. പിന്നെ വീഡിയോ എടുക്കുമല്ലേ, ഇച്ചിരി ഭംഗിയാകട്ടെ എന്ന് വിചാരിച്ച് അരിവ് മൂലയും ചെത്തിക്കളഞ്ഞ്. നമ്മൾ സാധാരണ കഴിക്കുവാണെങ്കിൽ അതും കഴിക്കും കേട്ടോ. വേസ്റ്റ് ആക്കണ്ടല്ലോ. പിന്നെ ദാ ഇങ്ങനെ ഇങ്ങോട്ട് മാറ്റി വെച്ചു. പിന്നെ തൻ്റെ നമ്മുടെ ക്രീമി എടുത്തങ്ങോട്ട് ചാർത്താന്ന് വിചാരിച്ചു. നോക്കിയപ്പോൾ അത് സ്പൂണിൽ നിന്ന് ഇളകി വരുന്നില്ല. നമ്മൾ സാധാരണ വീഡിയോയിലൊക്കെ കാണുന്നത് പെട്ടെന്ന് ഇളകി വരുമെന്നാ. പക്ഷേ അങ്ങനെയൊന്നും ഇളകി വരത്തില്ല കേട്ടോ. ഇച്ചിരി കഷ്ടപ്പാടാ. എന്നാലും സാരമില്ല, എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു. ആശാൻ അങ്ങ് കട്ട പിടിച്ചിരിക്കുകയാണ്. ഈ ജാമൊക്കെ പുരട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സൈസ് കത്തിയില്ലേ, അത് വെച്ച് ചെയ്താൽ കുറച്ചുകൂടി എളുപ്പമായിരുന്നു തോന്നുന്നു. നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് നമ്മൾ സാധാ സ്പൂൺ വെച്ച് ചെയ്തത്. ദാ അടുത്തടുത്ത് പുറത്ത് വെച്ചൊരു സാൻഡ്വിച്ച് രൂപത്തിൽ അങ്ങോട്ടാക്കി. നമുക്ക് മമ്മിയുടെ കയ്യിലൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. മമ്മി കുറച്ച് നേരം വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. മമ്മിയും കഴിച്ചിട്ടില്ല കേട്ടോ. ഞങ്ങളാരും അവക്കാഡോ ഒന്നും കഴിച്ചിട്ടില്ല. ആദ്യമായിട്ടാണ് കഴിക്കുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ കഴിച്ചു നോക്കിയപ്പോൾ മമ്മിക്കും ഇഷ്ടപ്പെട്ടു. കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് മമ്മി പറഞ്ഞു. ഇതിന് ഇങ്ങനെയും ടേസ്റ്റ് ഉണ്ടോ? അങ്ങനെ ഞങ്ങൾ 3 പേര് സന്തോഷത്തോടെ കഴിച്ചു.